ഹലോ എവരി വൺ, വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിലുള്ള ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം? നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾക്ക് വളരെയധികം വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആത്മവിശ്വാസം. ജനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന കാര്യമല്ല ഈ ആത്മവിശ്വാസം. ആ വ്യക്തിയുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും എല്ലാം ബേസ് ചെയ്ത് വരുന്നതാണ് ഈ ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം തീരെ ഇല്ലാതാവുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒത്തുവരാത്ത സമയത്താണ് നമ്മളിലുള്ള എല്ലാ കോൺഫിഡൻസും നഷ്ടമാവുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ സമയത്തും എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്ക് അനുകൂലമായി വരണമെന്നില്ല. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കാം സംഭവിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഫുള്ളായി ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ കാര്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യാം, അത് എങ്ങനെ നമുക്ക് ആത്മവിശ്വാസം നേടിയെടുക്കാം, വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ലോകത്ത് എല്ലാ വ്യക്തികൾക്കും എല്ലാ സാഹചര്യങ്ങളും എപ്പോഴും അനുകൂലമായിരിക്കണമെന്നില്ല. പല സിറ്റുവേഷൻസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്തെല്ലാം നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാം? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് അത് പുറത്തെടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അതെത്തിക്കാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഭയമാണ്, ഒരു കോൺഫിഡൻസ് കുറവാണ്. പിന്നെ ചിലരുണ്ട്, ഒരു പരാജയം ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതും ഓർത്തിട്ടായിരിക്കും ജീവിതകാലം മുഴുവനും തള്ളി നീക്കുന്നത്. എന്നാൽ അത് നമ്മൾക്ക് ഈ പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു വഴിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. പരാജയപ്പെട്ട് തന്നെയാണ് ഓരോ വ്യക്തികളും വലിയ വലിയ നിലയിൽ എത്തിയിട്ടുള്ളത്. ഒരാളും ഒരു പരാജയവും ഇല്ലാതെ ഒരു ലൈഫിൽ എങ്ങും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. ചില കാര്യങ്ങൾ നമ്മളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ വളരെ ഡെസ്പായിരിക്കുന്ന സമയത്തായിരിക്കാം ഇങ്ങനെ തോന്നുന്നത്. നമ്മൾക്കായിട്ട് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മരുന്നെന്ന് പറയുന്നത്, നമ്മൾ സെൽഫായിട്ട് നമ്മളോട് തന്നെ നല്ല അഫർമേഷൻസ് പറയുക. നമ്മൾ എന്തിനാണോ ഭയക്കുന്നത് ആ ഭയത്തെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മളിൽ ഒരു പുതിയൊരു എനർജി ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾക്ക് ഈ ഒരു അഫർമേഷനിലൂടെ സാധിക്കുക. ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ദിവസവും എല്ലാവർക്കും വളരെ എനർജറ്റിക് ആയിട്ടും പവറായിട്ടും ഇരിക്കാൻ സാധിക്കില്ല. ചില ദിവസങ്ങളിൽ വളരെ ഡൗൺ ആയിരിക്കാം. ആ സമയത്ത് നമുക്ക് വളരെ തളർന്നു പോകുന്നതോ അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം നമുക്ക് വളരെ ഒരു ഉഷാർ കുറവ്, ഉന്മേഷമില്ലായ്മ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കേണ്ട ഒരു പവർ എന്ന് പറയുന്നത്, നിങ്ങൾ സ്വയം അഫർമേഷൻസ് പറയുക. അതായത് മനസ്സിലാണെങ്കിലും ഇനിയിപ്പോൾ പതുക്കെ പുറത്തേക്ക് സൗണ്ട് വരുന്ന രീതിയിലാണെങ്കിലും മറ്റുള്ളവർ കേൾക്കാത്ത രീതിയിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ചില അഫർമേഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഐ എം സ്ട്രോങ്, ഐ എം സ്ട്രോങ്, ഐ എം സ്ട്രോങ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ആ ഒരു പവർ, ആ ഒരു എനർജി തിരിച്ച് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് ഞാൻ ചില ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഉറക്കത്തിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ്, തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ സ്വയം അഫർമേഷൻസ് പറയും. ആ പറയുന്നതിലൂടെ നമുക്കൊരു പവർ കിട്ടും. ആ ഒരു പവർ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമുക്ക് ഭയങ്കര ഉന്മേഷം നൽകുന്ന ഒരു പവർ ആയിരിക്കാം. ആ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഡൗണിൽ നിന്ന് മാറി നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കും. ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്, നമ്മൾ നമ്മളിലേക്ക് ധൈര്യം കൊടുക്കുക, നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. ആ അഫർമേഷൻസ് മാത്രം മതി നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ലൊരു പവറും അതുപോലെ നല്ല ആത്മവിശ്വാസവും ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളെപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിലേക്ക് നെഗറ്റീവ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുമ്പോൾ നിങ്ങളത് മാറ്റി പറയണം. നിങ്ങൾ നിങ്ങളിലേക്ക് പവർ കൊടുക്കുക. എന്നെ കൊണ്ട് എന്തുകൊണ്ട് അത് സാധിക്കില്ല, എന്നെ കൊണ്ട് അത് നേടാൻ കഴിയും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾ നിങ്ങളിലേക്ക് കൊടുക്കുന്നത് വഴിയാണ് ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുക. ലൈഫിൽ സക്സസ് ആവണം, എനിക്ക് വിജയിക്കണം എന്ന ആത്മവിശ്വാസം ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളിലേക്ക് പല നല്ല കാര്യങ്ങളും വരുന്നത്. നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ കയറി വെറുതെ സമയം കളയാൻ വേണ്ടി പല വീഡിയോസും വ്ലോഗ്സും അതുപോലെ റീൽസും എല്ലാം കണ്ട് സമയം ഇങ്ങനെ പോവല്ലാണ്ട് അതിൽ നിന്നൊരു കാര്യമില്ല. ഇങ്ങനെ സമയം കളയുന്ന വ്യക്തികളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തികളായിരിക്കാം. കാരണം അവർക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു ഭാവമാണ്.
അവരെപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ചില വ്യക്തികൾ നേരെ ഓപ്പോസിറ്റായി ചിന്തിക്കുന്നവരുണ്ട്. അവർ അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് ആ ഒരു ചിന്തയാണ്. എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം, എനിക്ക് വിജയിക്കണം എന്നുള്ളൊരു ലക്ഷ്യം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം ഫോക്കസ് കൊടുക്കുന്നത്. അനാവശ്യ കാര്യങ്ങൾ അവർ മനഃപൂർവ്വം മാറ്റി നിർത്തുക തന്നെ ചെയ്യും. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മാറ്റി നിർത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് സക്സസ് ലഭിക്കുകയുള്ളൂ. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം തന്നെ മാറ്റിവെക്കുക. അവർക്ക് വേണ്ടുള്ള മോട്ടിവേഷൻസ് വീഡിയോ ആയിരിക്കും. ചിലവർക്ക് ചില കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി പല മോട്ടിവേഷൻസ് അവർക്ക് വളരെയധികം പ്രയോജനപ്പെടും. ആ ഒരു മോട്ടിവേഷൻസിലൂടെ അവരുടെ ലൈഫ് വരെ അവർ മാറ്റും. അവർക്ക് ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർ അതിലേക്ക് എത്തുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്ക് ആത്മവിശ്വാസം വേണമെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക. അതിലേക്ക് വേണ്ട അഫർമേഷൻസ് കൊടുക്കുക. നമ്മൾക്ക് ഉള്ളിലേക്ക് വേണ്ട ധൈര്യം നമ്മൾ തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ വളരെയധികം മാറ്റം, നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. ഇതെല്ലാ മേഖലയിലും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് വല്ല ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ പണത്തിനോട്, അതായത് വെൽത്തി ആയിട്ടിരിക്കാനും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കും എല്ലാത്തിനും നമുക്ക് ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുന്നതിലൂടെ വളരെയധികം മാറ്റം ഉണ്ടാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലൂടെ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.